ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ അൽ ഹസൻ. അപ്പോൾ നമ്മുടെ PSC നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ ആ നോട്ടിഫിക്കേഷനിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ റൂളിലോ ഒക്കെ പറയാതെയുള്ള ക്വാളിഫിക്കേഷൻസും ചില സമയങ്ങളിൽ ആപ്ലിക്കേഷൻ അയക്കുവാനും ജോലി നേടാനും ഒക്കെ സാധിക്കും. അത്തരത്തിലൊന്നാണ് സ്പെഷ്യൽ റൂളിൽ പറഞ്ഞിട്ടില്ല എങ്കിലും ഒരു യോഗ്യതയെ തുല്യതപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും സ്റ്റാൻഡിംഗ് ഉത്തരവുകൾ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ മുഖേന ആ ഒരു സർട്ടിഫിക്കറ്റിന് തുല്യമാണ് മറ്റൊരു സർട്ടിഫിക്കറ്റ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു യോഗ്യതയും അംഗീകരിക്കപ്പെടുന്നതാണ്. അത്തരത്തിൽ IT-യിലെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പലരും അറിയാത്തത് കൊണ്ട് ഇങ്ങനെ SCVT ആണ് പ്രൊഫൈൽ ആഡ് ചെയ്തിട്ടുള്ളത് എങ്കിൽ NTC എന്ന് കാണിക്കുന്ന സ്ഥലത്ത് ഇൻഎലിജിബിൾ കാണിക്കും, അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് NTC എടുത്ത് ഇക്വലവൻ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഉള്ളതാണ് ഈ ഒരു ഓർഡർ എന്ന് പറയുന്നത്. വ്യാവസായിക പരിശീലന വകുപ്പ് ITI, ITC, NCVT അഫിലിയേഷൻ ലഭിക്കാത്ത ട്രേഡുകളിൽ പരിശീലനം നേടി അഖിലേന്ത്യാ ട്രേഡ് ടെസ്റ്റിൽ വിജയിക്കുന്നവർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് SCVT സർട്ടിഫിക്കറ്റ്, കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് NCVT നൽകുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റിന് തുല്യമായി സംസ്ഥാന സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിയമനങ്ങൾക്ക് പരിഗണിച്ച് അംഗീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റിന് അല്ലെങ്കിൽ NCVTക്ക് ഈക്വലായിട്ട് നമ്മുടെ SCVT പറയില്ല. എന്നാൽ നമ്മുടെ PSC-യിലായിക്കോട്ടെ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഏത് എക്സാംസിനും നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് ഓർഡർ കാണിക്കാവുന്നതാണ്, അങ്ങനെ എക്സാംസ് എഴുതാവുന്നതാണ്. ഇത് വന്നിട്ടുള്ളത് 2005-ലാണ് കേട്ടോ, 2005-ലെയാണ്. എന്നിരുന്നാലും ഇപ്പോഴും പലർക്കും ഇതറിയില്ല. അപ്പോൾ ഈ ഗവൺമെൻറ് ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യമായിട്ടുള്ള സന്ദർഭത്തിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് തരുന്നതാണ് ഈ ഗവൺമെൻറ് ഓർഡറൊക്കെ കാണിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനി SCVT പഠിച്ചവർ ആപ്ലിക്കേഷൻ അയക്കാതെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. എനർജിബിൾ കാണിക്കുന്ന സമയത്ത് അതുകൂടി ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.